ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയങ്ങളാകെ മാറി മറിയുകയാണ്. കടകംപള്ളിയിലെത്തുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ അതിഗൗരവത്തിലേക്ക് മാറുകയാണ്. ഇത് പാർട്ടിയെ തന്നെ വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. പിണറായി വിജയന് നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മറുഭാഗത്ത് CPI പിണറായിയെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ പിണറായി യുഗം അവസാനിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് കരുതാം. ഈ 21ാം നൂറ്റാണ്ടിൻ്റെ സിൽവർ ജൂബിലി അവസാനിക്കുമ്പോൾ 2025 ഇന്ന് അവസാനിക്കുകയാണ്. ഇപ്പോൾ ഈ നിമിഷം പിണറായി മന്ത്രിസഭ വലിയ വെട്ടിൽ ചെന്ന് ചാടിയിരിക്കുന്നു. പിണറായി യുഗം ഏതാണ്ട് മങ്ങി അവസാനിക്കാനായി പോകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. രണ്ടുപേരാണ് അതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത്. ഒന്ന്, കടകംപള്ളിയുടെ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. ഇത് ഹൈക്കോടതി വളരെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മെല്ലെപ്പോക്ക് നടക്കുന്നു, വീണ്ടും മുകളിലോട്ട് പോകുന്നില്ല, ഉന്നതകളിലേക്ക് പോകുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഈ ശനിയാഴ്ച കടകംപള്ളിയെ, അത് കഴിഞ്ഞിട്ട് പ്രശാന്തിനെയൊക്കെ ചോദ്യം ചെയ്തത്. അത് വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുകയായിരുന്നെങ്കിലും നമ്മുടെ പത്രമാധ്യമങ്ങൾ ഇതെല്ലാം ചകഞ്ഞെടുത്ത് ഇപ്പം അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാനിങ്ങനെ മൊഴി കൊടുത്തു. 100ഓളം ചോദ്യങ്ങളെന്നാണ് പറഞ്ഞത്, അതിന് മൊഴി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിസ്സാരമായൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ല നടന്നിരിക്കുന്നത്. 100ഓളം ചോദ്യങ്ങൾ ഇത്തരത്തിൽ ചോദിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. വളരെ വിശദമായ 3.5 മണിക്കൂർ നീണ്ടുനിന്ന വേർപ്പിക്കുന്ന ഒരു ചോദ്യം ചെയ്യലാണ് നടന്നിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ ഇന്നലെ വരെ ക്യാബിനറ്റിൻ്റെ പുറത്ത് നിന്നിരുന്ന അന്വേഷണ സംഘം ക്യാബിനറ്റിനകത്തേക്ക് കടന്നിരിക്കുന്നു. 2021 മുമ്പുള്ള ഒന്നാം പിണറായി സർക്കാരിൻ്റെ ക്യാബിനറ്റിലേക്ക് കാര്യങ്ങൾ SIT കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഗുരുതരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ കടകംപള്ളി പറഞ്ഞ കാര്യങ്ങൾ കൂടെ അതിനേക്കാൾ ഗൗരവമുള്ളതാണെന്ന് നമുക്ക് കാണേണ്ടി വരും. കടകംപള്ളി പറഞ്ഞത് നമ്മുടെ ദേവസ്വം ബോർഡ് ആണ് ദേവസ്വത്തിൻ്റെ എല്ലാം സംരക്ഷിക്കേണ്ടവർ, അത് മന്ത്രിയുടെ ജോലിയല്ല. പക്ഷേ ദേവസ്വം ബോർഡ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയാണ്. അതായത് സ്വർണ്ണപ്പാളിയും കട്ടളയും ദ്വാരപാലകനെയും സന്നിധാനത്ത് നിന്ന് താഴേക്ക് കൊണ്ടുപോകണം എന്നുള്ള വിവരം സർക്കാരിന് അറിയാമായിരുന്നു എന്ന് കടകംപള്ളി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പരാതിയൊന്നും ലഭിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ നടപടിയെടുത്തില്ല. അതിലെന്ത് ന്യായമാണ്? ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ പിന്നെ പരാതി വേണോ? ക്രമവിരുദ്ധമായി, ചട്ടവിരുദ്ധമായി ഒരു കാര്യം നടക്കുമ്പോൾ പിന്നെ എന്തിനാ പരാതി? അത് ചെയ്യാനല്ലേ ഇരിക്കുന്നത്. ഒരു കൊലപാതകം നടക്കുന്നു എന്ന് പോലീസ് അറിഞ്ഞാൽ പോലീസിന് പിന്നെ വേറൊരു പരാതിയും കൂടെ വേണോ? കൊലപാതകം നടക്കുന്നു, അതിനാൽ താങ്കൾ പോയി അന്വേഷിക്കണം എന്ന് SI എഴുതി കൊടുത്താലേ പറ്റുള്ളൂ. കൊലപാതകം നടക്കുന്നു എന്ന് പറയുമ്പോൾ തൊപ്പി വെച്ചോണ്ട് ഇറങ്ങണ്ടേ പിന്നെ SHO അല്ലെങ്കിൽ പോലീസുകാരൻ? അല്ലെങ്കിൽ പോലീസ് എന്താ? ഈ ദേവസ്വം ബോർഡിൻ്റെ കാവൽക്കാരനായി സർക്കാർ നിർത്തിയിരിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ നിർത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. അവിടെ ദൈനംദിന ഭരണം നടത്തുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്, അതിൻ്റെ ആൾക്കാർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാവൽക്കാരനായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം ദേവസ്വം മന്ത്രിക്കാണ്. അപ്പോൾ ദേവസ്വം മന്ത്രി അറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ ഹൈക്കോടതിയുടെ വളരെ നിരന്തരം കർക്കശമായ നിർദ്ദേശമാണ്. ഒരു സാധനവും പണി ചെയ്യണമെങ്കിൽ താഴെ ഇറക്കി വെച്ച് പണി ചെയ്തു. അതും തന്ത്രിയെയും വേണ്ടപ്പെട്ടവരെ എല്ലാം അറിയിച്ച് വേണ്ട വിധിപ്രകാരം പിന്നെ ദേവസ്വം കമ്മീഷണർ അടക്കം ഉള്ളവരുടെ മേൽനോട്ടത്തിൽ, സ്പെഷ്യൽ കമ്മീഷണറുടെ ഒക്കെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ അറിവോടുകൂടിയോ ഒക്കെ നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഞങ്ങൾ താഴേക്ക് കൊണ്ടുപോകുന്നു, ഇങ്ങനെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്തുവിടുന്നു എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കിട്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ബോർഡിന് ഇത് താഴെ കൊണ്ടുപോകാനായിട്ടുള്ള മെസ്സേജ് കിട്ടി, പക്ഷേ പരാതിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൽ ഇടപെട്ടില്ല. അപ്പോൾ തന്നെ വലിയൊരു കുറ്റസമ്മതമാണ് ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഇതിന് പുറമെ അദ്ദേഹം പറയുന്നുണ്ട്, മാനുവൽ പ്രകാരം കാര്യങ്ങൾ ചെയ്യാനുള്ളത് ദേവസ്വം ബോർഡാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിലെ മുഴുവൻ പേരെയും അദ്ദേഹം പ്രതിയാക്കിയിരിക്കുകയാണ്. മാനുവൽ പ്രകാരം ഇതെല്ലാം നോക്കി ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. അപ്പോൾ മന്ത്രിയും ദേവസ്വം ബോർഡുമായിട്ടുള്ള ഒരു ക്ലാഷിലേക്കായിരിക്കും ഒരു കൂട്ടം, അതായത് കൂട്ടുപ്രതികൾ പിന്നെ ഒറ്റിക്കൊടുക്കൽ നടത്തിയ പോലെ തോന്നുന്നത്. കാരണം ഒരു ദേവസ്വം ബോർഡ് മെമ്പറായ വിജയകുമാർ പറയുകയാണ്, സഖാവ് പറഞ്ഞ പ്രകാരം ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത്.
ഒരു അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്, സെക്രട്ടറിക്ക് തുല്യം. ആ, ആ. അതേ സെക്രട്ടറിക്ക് തുല്യമായ ശമ്പളവും പെൻഷനും ഒക്കെ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പറയുന്നത്, സഖാവ് പറഞ്ഞതിനനുസരിച്ച് ഞാൻ പിയൂണും സൂപ്പറും അല്ല, പിയൂണും സൂപ്പറും ആണെങ്കിൽ പോലും ആ വാദത്തിന് വിലയില്ല. താങ്കൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒപ്പിട്ടതെന്ന് പറഞ്ഞാൽ വല്ല വിലയുണ്ടോ? എല്ലാ പൗരന്മാരും എഴുത്തെന്ന് വായിച്ചു നോക്കിയിട്ടേ ഒപ്പിട്ട് കൊടുക്കാവൂ. അത് ശരിയല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുത്താൽ ആ ആൾ ഇറുകും അല്ലേ? അപ്പോൾ ഇവിടെ ഇത്രയും ഉന്നത സ്ഥാനത്ത് സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പദവിയിൽ വരെ എത്തിയ ഒരാൾ, അഡീഷണൽ സെക്രട്ടറി എന്നാൽ ഈക്വൽ ടു സെക്രട്ടറിയാണ്, അതേ ശമ്പളവും അതേ വേതനവും അതേ ആനുകൂല്യങ്ങളും പറ്റുന്ന ആൾ പറയുകയാണ് സഖാവ് പറഞ്ഞനുസരിച്ച്, അത് പത്മകുമാർ പറഞ്ഞനുസരിച്ചാണ് ഞാൻ ചെയ്തതെന്ന്. അപ്പോൾ പത്മകുമാറിനെ വിജയകുമാർ ഒറ്റിക്കൊടുത്തു. വിജയകുമാർ അപ്പോൾ അങ്ങനെ പൂട്ടിലാക്കിയ പത്മകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ സർക്കാരിനും അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കടകംപള്ളിയിലേക്ക് അന്വേഷണം പോയിരിക്കുന്നത്. അപ്പോൾ കടകംപള്ളി തിരിച്ചും ഇവരെയും കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുപ്രതികൾ തമ്മിൽ ഒരു കുറ്റപ്പെടുത്തൽ നടത്തി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഇത് അവർ കൂടുതൽ കുഴയും. അപ്പോൾ ഈ മുൻകാല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിമാരിലേക്കും പോകാൻ സാധ്യതയുണ്ടോ? പിണറായി സർക്കാരിന് മുമ്പുള്ള അതിനി ഇവരുടെ മൊഴികളും ഇവരുടെ കാര്യങ്ങളും അനുസരിച്ചേ ഇരിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് മുമ്പ് ഇത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരെയും ചോദ്യം ചെയ്യും. അപ്പം അങ്ങനെയാണല്ലോ വന്നത്. വിജയകുമാർ പറഞ്ഞു പത്മകുമാർ പറഞ്ഞു കടകംപള്ളി. ഇനി കടകംപള്ളി പറയുകയാണ് മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യും. അല്ല കടകംപള്ളി പറയുകയാണ് ഞങ്ങളല്ല, ഇതിന് മുമ്പുള്ള മന്ത്രിമാരാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞാൽ പഴയ മന്ത്രിമാരിലേക്കും പോകും. കാരണം അന്വേഷിച്ചല്ലേ പറ്റുള്ളൂ. കാരണം ഒരു പ്രതി പറയുകയാണ് ഇത് എൻ്റെ കയ്യിലല്ല ഇതിൻ്റെ റൂട്ട്, ഇത് പണ്ടേ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ഞാൻ തുടർന്നേ ഉള്ളൂ എന്ന് ഇപ്പോൾ കടകംപള്ളി പറഞ്ഞാൽ കടകംപള്ളിക്ക് ഊരാൻ പറ്റില്ലെങ്കിലും മറ്റവരെ കൊടുക്കാൻ പറ്റും. അവരും കൂടെ ഇത് തുടർന്നുകൊണ്ടിരുന്നു. അതുപോലെ ഇതിനകത്ത് ഈ സ്വർണം കൊണ്ടുപോയിട്ട് അത് ഉരുക്കി അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് കേസിൻ്റെ രൂപമൊക്കെ മാറിപ്പോകത്തില്ലേ? അത് തൊണ്ടിയായിട്ട് പിന്നെ എടുക്കാൻ പറ്റില്ല. ഉരുക്കിയത് പിന്നെ തൊണ്ടിയല്ലോ. തൊണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന ദ്വാരപാലകനെ അതുപോലെ കിട്ടിയാൽ അത് തൊണ്ടിയാണ്. ഇരിക്കുന്ന കട്ടളപ്പടി അതുപോലെ കിട്ടിയാൽ അത് തൊണ്ടിയാണ്. അതിൻ്റെ ഷേപ്പും ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉരുക്കി മാറുന്നാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ ഇത് ആയിരുന്നു അത്. അപ്പോൾ കേസിൻ്റെ നിലനിൽപ്പ് തന്നെ അത് പ്രശ്നമായി. നിലനിൽപ്പ് പ്രശ്നമാകില്ല, പക്ഷെ അത് പ്രൂവ് ചെയ്യേണ്ടി വരും. ഇന്ന സാധനം ഉരുക്കി ഇന്നതാക്കിയതാണ് എന്ന് ഇന്നയാൾ മൊഴി നൽകിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഒരു ഇത് ഉരുക്കിയ ആശാരിയോ ഉരുക്കിയ കടയിലെ ഉടമസ്ഥനോ ആരെങ്കിലും പറയേണ്ടി വരും ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, പക്ഷെ ഞങ്ങളിത് ഉരുക്കി ഇന്ന രീതിയിലാക്കി എന്ന് പറഞ്ഞാലേ അതിനകത്ത് പിന്നെ സ്റ്റാൻഡ് വരികയുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു അതല്ല പ്രശ്നം. ആൻറ്റിക് വാല്യൂ ഉള്ള സ്വർണത്തിനേക്കാൾ 1000 ഇരട്ടി വലിയുള്ള സാധനങ്ങളാണ് പോയിരിക്കുന്നത്. അയ്യപ്പ വിഗ്രഹം പോലും അയ്യപ്പൻ്റേതാണോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതും മാറ്റി പുതിയത് വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ച 450 പവൻ തൂക്കമുള്ളതാണ് തങ്കയങ്കി. അത് ആറന്മുള ദേവസ്വത്തിന്റെ സ്ട്രോങ് റൂമിലാണ്. അതുകൊണ്ട് അത് ചിലപ്പോൾ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. അല്ല, ദേവസ്വത്തിന്റെ സ്ട്രോങ് റൂമിലാണ്. നമുക്ക് എങ്ങനെ വിശ്വസിക്കാം? അല്ല, അത് അതിനകത്ത് ദേവസ്വത്തിന്റെ മാത്രമല്ല മറ്റ് പന്തളം കുടുംബത്തിന്റെ പന്തളം കൊട്ടാരത്തിന് വരുന്നത് മാത്രമാണ്. അത് വരുന്നത് മാത്രമാണ്. ആ സാധനങ്ങൾ ചിലപ്പോൾ സൂക്ഷിച്ചിരിക്കാം, അല്ലാതെ വരുന്നത് എങ്ങനെ വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ തന്നെ മെമ്പർമാരെ ഈ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയുന്നത്. അവർ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ പോലും അത് മിനിറ്റ്സിൽ വന്നിട്ടില്ല. സമ്മർദ്ദത്തിലൂടെയാണ് ഇവർക്കെല്ലാം. മുഴുവൻ മാനിപ്പുലേഷൻ ആയിരുന്നു എന്നുള്ളത് SITക്ക് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞല്ലോ. കാരണം കൊടുക്കേണ്ട രേഖകൾ എല്ലാം തിരുത്തലും വെട്ടിത്തിരുത്തലും വന്നിരിക്കുന്നു. മാനുവൽ പ്രകാരമല്ല ചെയ്തത്. മാനുവൽ പ്രകാരമല്ല ചെയ്തതെന്നുള്ളതിന് പുറമെ ചെമ്പ് സ്വർണ്ണമാക്കുന്നതിനും സ്വർണം ചെമ്പാക്കുന്നതിനും ഒക്കെ വേണ്ട നീക്കുപോക്കുകൾ അവിടെ ധാരാളമായി നടത്തിക്കൊണ്ടാണ് ഈ റെക്കോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ആ റെക്കോർഡുകളിലെല്ലാം മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന വാസു വെട്ടിലായത്, ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു വെട്ടിലായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം വന്നപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിൽ വന്നു. പ്രസിഡൻ്റായിരുന്ന പത്മകുമാറിനും ഇതേ പ്രശ്നം വന്നതുകൊണ്ടാണ്. ഇപ്പോൾ കടകംപള്ളിക്കും നേരെയും വന്നിരിക്കുന്ന ആരോപണം ഇതൊക്കെ തന്നെയാണ്. തൻ്റെ ജോലി കൃത്യമായി ചെയ്തില്ല. അപ്പോൾ ഇതെല്ലാം പിണറായി സർക്കാരിനെ വെട്ടിലാക്കും. ഇതിനു പുറമെ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ PM ശ്രീയിൽ പറഞ്ഞതുപോലെ ഇപ്പം എല്ലാത്തിൻ്റെയും ഉത്തരവാദി കാരണഭൂതൻ എന്ന് CPI പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് ഈ കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണം, ഞങ്ങളല്ല. അത് പറയേണ്ടത് ഇന്നല്ല, ഇത് ചെയ്ത സമയത്ത് പറയാൻ CPI കഴിഞ്ഞില്ല. അപ്പോൾ CPI ഒന്നാം തരം ഒരു വടി കൂടെ പ്രതിപക്ഷത്തിന് കൊടുത്തിരിക്കുകയാണ് ഈ ഇലക്ഷൻ്റെ നാളുകളിൽ. അത്
കത്രിക പൂട്ടിട്ട് പൂട്ടിയ പോലെ അയ്യപ്പൻ ഒരു സൈഡിൽ നിന്നും CPI വേറൊരു സൈഡിൽ നിന്നും പൂട്ടി പിണറായി മന്ത്രിസഭയെ തള്ളിയിടാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു 3 മാസം കൊണ്ട് ഒരു ക്ലീൻ ഇമേജുമായിട്ട് വരാൻ പിണറായി സർക്കാരിന് കഴിയാതെ വരും. അങ്ങനെ വന്നാൽ പിണറായി യുഗം ഈ 2025 അവസാനിച്ചു. 26-ൽ പുതിയൊരു മന്ത്രിയും മന്ത്രിസഭയും മുഖ്യമന്ത്രിയും ഒക്കെ വരാനുള്ള സാധ്യത ഏറി വരുന്നു എന്നാണ് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.